ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കായയുടെ തൊലിയും പിന്നെ പയറും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കായയുടെ തൊലി കനം കുറച്ച് കീറി ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. അരിഞ്ഞെടുത്ത് കഴുകി വെച്ചേക്കണതാണിത്. പയർ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ്. അപ്പം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കുക്കറിലിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 4-5 വിസിലടിച്ചാൽ മതി. രണ്ടും കൂടി ഒരുമിച്ചിടാം. കുക്കറിൽ ഒരുമിച്ച് ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പം ഇനി ഒന്ന് ഗ്യാസുമ്മ വയ്ക്കാം നമുക്കിത് അടച്ച്. ഒരു 4-5 വിസിലടിച്ചാൽ മതി കേട്ടോ. അതിനേക്കാളും കൂടുതൽ അടിക്കണ്ട. അപ്പോൾ പയറിന് വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോവും. പയറ് രണ്ടും അതെ, കായയുടെ തൊലി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു പാൻ ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. പാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാ ഉപ്പേരിയിലേക്കായാലും തോരനിലേക്കായാലും വെളുത്തുള്ളി കൂട്ടും കേട്ടോ. ഇവിടെ വെളുത്തുള്ളി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണല്ലോ വെളുത്തുള്ളി ദിവസം ഭക്ഷണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുക കേട്ടോ. ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അതൊന്ന് ഇളക്കി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിലത്തെ കഷ്ണം വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം വറ്റണം വരെ ഒരു 5 മിനിറ്റ് നേരം നിന്നിട്ട് വെക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നേരത്തെ ഇട്ടില്ല കേട്ടോ കുക്കറിൽ. എന്താ വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പയറ് വേവാൻ ബുദ്ധിമുട്ടാവും. അത് കാരണം ഉപ്പിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിലത്തെ കുറച്ച് വെള്ളം ഒന്ന് വറ്റണം വരെ. അടച്ചു വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റണം വരെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 4-5 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ അതേ തുറന്നു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കായയുടെ തൊലി ഇവിടെ എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ ഇതുപോലെ പയറോ അല്ലെങ്കിൽ മുതിരയോ എന്തെങ്കിലും ഇട്ട് ഉപ്പേരി വയ്ക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.